ഹായ് എവരിവൺ, നമ്മളിന്ന് ട്രൈ ചെയ്തത് ലുലു മാളിൽ ചിക്കൻ പെസ്റ്റോ എന്നുള്ളൊരു ഐറ്റമായിരുന്നു. 250 ഗ്രാമിന് 88 രൂപയാണ് അവർ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ ഐറ്റം എപ്പോഴും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. മിക്കപ്പോഴും അവൈലബിൾ ആയിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ഡിഷസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വരുന്നത് കൊണ്ടാവാം എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ നമുക്ക് ഈ ചിക്കൻ പെസ്റ്റോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ലുലു മാൾ കൊച്ചിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിലീഷ്യസ് ആയിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലല്ല, നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇത് മേടിച്ചത്. ഏകദേശം 250 ഗ്രാമിൻ്റെ ഞാനും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് 250 ഗ്രാം, ഏകദേശം 250 ഗ്രാം വരുന്ന രീതിയിൽ ഒരു 90 റുപ്പീസ് 100 റുപ്പീസിനകത്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല 3 പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിൽഡ് ചിക്കനാണത് അതിനകത്ത് വരുന്നത്. നല്ല സോസിന് നല്ലൊരു ക്രീമിയാണ്, നല്ലൊരു ടേസ്റ്റ്, നല്ല ടെക്സ്ചറാണ്. എന്താ പറയുക, ഇപ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമുക്ക്. ഏകദേശം ആ റേറ്റും വലുതായിട്ട് വരുന്നില്ല. നല്ല പീസായിരുന്നു. 3 നല്ല പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ള നല്ല 3 പീസ്. വലിയ ഒരു നല്ല എന്താ പറയുന്നത്, ശരിക്കും ഒരുപാട് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയധികം വൃത്തിയായിട്ടുള്ളൊരു ഐറ്റം ഞാൻ ഇവിടുന്ന് ഈ റേറ്റിന് കഴിക്കുന്നത് ഇതൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ പീസസ് അത്യാവശ്യം കുറച്ച് കട്ടിയായിരുന്നു. പക്ഷേ നല്ല ചിക്കൻ, വേറെ ബോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ലായിരുന്നു. പ്യുവർ പീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഉണ്ടായിരുന്ന സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ നോക്കിയത്. പക്ഷേ പിന്നീട് നമ്മളത് കൈകൊണ്ടെടുത്ത് കഴിക്കുക തന്നെയാണ് ചെയ്തത്. കാര്യം നമുക്ക് ആ പീസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ സൈസ്. ഒരു 90 റുപ്പീസിന് 3 പീസ് എന്ന് പറയുമ്പോൾ അതും നമുക്ക് ആ പീസിൻ്റെ ഏകദേശം സൈസ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് പ്രൈസ് വർത്തിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രൈസിന് വർത്തി എന്നല്ല പറയാൻ പറ്റുന്നത്, നല്ല നല്ല വൃത്തിയാണത് ആ പ്രൈസിന്. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്തൊരു ഡിഷുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.